അതിന്റെ പേര് പ്രദീപ്. ദിവിഷ. അതെ അതെ. കഴിക്കുന്നത് പാൽക്കപ്പയും ബീഫും. വടക്കഞ്ചേരി ടൗണിന്റെ ഹൃദയഭാഗത്ത് ഒരു പ്രീമിയം സ്റ്റൈലിലെ തട്ടുകട അഷ്റഫിന്റെ ബജ്ജിക്കടയിലാണ്. ബജ്ജിക്കടയുടെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ വരാനുള്ള കാരണം ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ വടക്കൻ കേരളത്തിലൊക്കെ അപൂർവം മായിട്ട് കിട്ടുന്ന പാൽക്കപ്പയും ബീഫും അതുപോലെ പഴംപൊരിയും ബീഫും കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അഷ്റഫ് ഭായ്, വരും. പുതിയ സംരംഭത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? പോകുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വടക്കഞ്ചേരിയുടെ ഹൃദയ ഭാഗത്ത് ഒരു കട റൂമിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴംപൊരി ബീഫ്, പാൽക്കപ്പ ബീഫ്. പാൽക്കപ്പ പറഞ്ഞാൽ കൂടുതലും കൊല്ലം കോട്ടയം ഭാഗത്താണ് കൂടുതൽ ഉണ്ടാകുക. ഇപ്പോ നമ്മൾ വടക്കഞ്ചേരിയിൽ ആദ്യത്തെ ഒരു സംരംഭം ചെയ്തു നോക്കിയാണ്. കുഴപ്പമില്ല, ആളുകളൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, അഭിപ്രായം പറയണം. എന്തുണ്ടെങ്കിലും പറഞ്ഞാല്. പാൽക്കപ്പ ബീഫ് അതുപോലെ പഴംപൊരി ബീഫ് നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് മാത്രമല്ല കൂടുതലായിട്ട് ആ ഭാഗങ്ങളിലാണ് കൂടുതൽ അത് പോവുക. ട്രെൻഡിങ് ആയി നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നിറയെ ആളുകളുണ്ട്. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ല ടേസ്റ്റ് ഉള്ള ബീഫാണ്. കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ്. അപ്പൊ നല്ല പാൽക്കപ്പയും ബീഫും. പാൽക്കപ്പ മാത്രമേ കഴിച്ചത്, നല്ല അടിപൊളിയുണ്ടാവും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ അവരെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ബീഫ് അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളുടെ വടക്കഞ്ചേരിക്കാരുടെ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബീഫ് കടകളിൽ നിന്നും നല്ല ബീഫ് മാത്രമാണ് കൊടുക്കാറുള്ളത്. അത് നന്നായി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിരിക്കും. അത് കാരണം നമ്മുടെ വായിലേക്ക് ഇടുമ്പോഴേക്കും അത് ഇങ്ങനെ അരിഞ്ഞ് നല്ല നല്ല മസാലയൊക്കെ ഇട്ട്, നാടൻ മസാലയൊക്കെ ഇട്ട് അത് വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല തിരക്കാണ്. നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൾ ഓടിയെത്തും. പിന്നെ ബീഫൊക്കെ വായിൽ വെക്കുമ്പോഴേക്കും അപ്പോൾ പഴംപൊരിയും ബീഫും, പഴംപൊരി ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബീഫ്